കേരള തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന പാലക്കാട് ജില്ലയിലെ നെല്ലിയാമ്പതി മലനിരകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ചുറ്റും കരിമ്പനകളും പാടങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. കാര്യം പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതെ, നമ്മൾ ഇന്ന് കൊല്ലങ്കോട് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അതിനു മുമ്പായി ട്രിപ്പ് നോട്ട്സ് വ്ലോഗിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീകുട്ടനാണ്. നമ്മളിന്ന് പ്രധാനമായിട്ടും കാണാൻ പോകുന്നത് എവിടേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിങ്ങഞ്ചിറ ക്ഷേത്രം, അതുപോലെ തന്നെ നമ്മുടെ ചെല്ലഞ്ചേട്ടന്റെ ചായക്കട, പിന്നെ നമ്മൾ റീൽസിലൊക്കെ എപ്പോഴും കാണുന്ന ഒരു ഒരു പത്തായപ്പുര പോലെയുള്ള ഒരു വീടും ഉണ്ടല്ലോ. ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും കാണാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ചെല്ലഞ്ചേട്ടന്റെ ചായക്കട താണ്ടി നേരെ ചിങ്ങഞ്ചിറയിലേക്കാണ് ആദ്യം എത്തിയിരിക്കുന്നത്. വലിയൊരു ആൽമരത്തിനുള്ളിലാണ് ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി പ്രകൃതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ കുറെ അധികം ആൽബങ്ങളും റീൽസും ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ എപ്പോഴും വരുന്ന ഒരു പ്ലേസ് ആണ്. അതുപോലെ തന്നെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഒരു പ്ലേസ് ആണ്. നമുക്ക് ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയ ഒരു പ്ലേസ് ആണ്. ചിങ്ങഞ്ചിറയുടെ ആ ഒരു മനോഹാരിത മധ്യാവോളം ആസ്വദിച്ച് നമ്മൾ അങ്ങനെ കുറെ നേരം ഇവിടെ ഇരുന്നു. അതിനിടയ്ക്ക് ആദിക്ക് നമ്മുടെ ഈ ആലിന്റെ വള്ളിയിലൊന്ന് ഊഞ്ഞാലാടണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എന്തായാലും അത് ആയിക്കളയാന്ന് പറഞ്ഞ് നമ്മൾ ആദിയെ കൊണ്ടൊന്ന് ഊഞ്ഞാലൊക്കെ അടിച്ച് നമ്മൾ ഇനിയും പോകുന്നത് ചെല്ലഞ്ചേട്ടന്റെ ചായക്കടയിലേക്കാണ്. ചെല്ലഞ്ചേട്ടന്റെ ചായക്കട കുറെ അധികം സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരു ഇതാണ്. വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള കൊല്ലങ്കോട് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ചെല്ലഞ്ചേട്ടന്റെ ചായക്കടയാണ്. വളരെ അധികം റഷ് ഉണ്ടായിരുന്നു. നമ്മൾ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഇരിക്കാനായിട്ട് സീറ്റ് കിട്ടില്ല എന്ന് വിചാരിച്ചു. പക്ഷെ നമുക്ക് എന്തോ ഭാഗ്യത്തിന് ഇരിക്കാൻ സീറ്റ് കിട്ടി. നല്ല അടിപൊളി പരിപ്പ് വടയും അതുപോലെ തന്നെ ചായയും. ഇതുണ്ട്, ഈ കാണുന്നതാണ് നമ്മുടെ ചെല്ലഞ്ചേട്ടൻ അങ്ങനെ ചായയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെല്ലഞ്ചേട്ടന്റെ ചായക്കടയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഴമ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. ആ പഴയ ചായക്കട അങ്ങനെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ചായക്കടയിൽ നിന്ന് കിട്ടുന്ന ചായ ഒരു രക്ഷയില്ല. നല്ല അടിപൊളി ചായയും പരിപ്പോടെയൊക്കെ നമ്മൾ കഴിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് നമ്മൾ ആ ഒരു പാറയുടെ മുകളിലുള്ള ആ വീട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരെ പോകുന്നത്. പോകുന്ന വഴിക്ക് നല്ല അടിപൊളി സീനിക്കായിട്ടുള്ള നമ്മുടെ പാടവും അതുപോലെ തന്നെ അസ്തമിക്കാറായിട്ടുള്ള നമ്മുടെ സൂര്യനും ഒക്കെ കൂടിയിട്ട് നല്ലൊരു അടിപൊളി ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് നമുക്ക് തന്നത്. ഇന്ത്യയിലെ അതീവ സുന്ദരമായ 10 ഗ്രാമങ്ങളുടെ ലിസ്റ്റിൽ എങ്ങനെയാണ് കൊല്ലങ്കോട് വന്നു പെട്ടതെന്ന് നമുക്ക് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേനും മനസ്സിലാവും. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് നമ്മുടെ ഈ കൊല്ലങ്കോട്. സീതാർകുണ്ട് വെള്ളച്ചാട്ടം, തേക്കിൻചിറ, ചുള്ളിയാർ ഡാം, ചിങ്ങഞ്ചിറ കറുപ്പുസ്വാമി ക്ഷേത്രം, അതുപോലെ തന്നെ നമ്മുടെ ചെല്ലഞ്ചേട്ടന്റെ ചായക്കട, കൊല്ലങ്കോട് ഗ്രാമം, അതുപോലെ തന്നെ നമ്മുടെ മലമ്പുഴ, കവ, ഈ പ്ലേസുകളെല്ലാം ഏകദേശം ഒരു 40 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്ലേസുകളാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു 2 ഡേയ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് മൊത്തം കവർ ചെയ്യാനായിട്ട് പറ്റും. അത്രയ്ക്കും മനോഹരമായിട്ടുള്ള ബ്യൂട്ടി ആയിട്ടുള്ള സീനിക് ആയിട്ടുള്ള പ്ലേസ് ആണ്. നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഒരു റേഞ്ച് റോവർ ഇവോക്ക് അങ്ങോട്ട് കയറി വന്നു. അതുകൂടി ആയപ്പോഴത്തേന് ആ ഒരു സീനിന്റെ ആ ഒരു ബ്യൂട്ടി കുറച്ചുകൂടെ ഒരു മാസ് ലുക്കായി. നെല്ലിയാമ്പതി മലനിരകളുടെ താഴെ ഈ ഒരു വീട് ഇങ്ങനെ കാണുമ്പോഴത്തേനുള്ള നമുക്ക് മനസ്സിൽ തോന്നുന്ന ആ ഒരു സന്തോഷവും ആ ഒരു ശാന്തതയൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പാറപ്പുറത്ത് നിർമ്മിച്ചിട്ടുള്ള വീടായതുകൊണ്ട് ഇവിടെ ഉരലൊക്കെ ഈ പാറയിൽ തന്നെ ഇവര് കുഴിച്ച് എടുത്തിരിക്കുകയാണ്. അതൊക്കെ വളരെ അടിപൊളിയായിട്ടുണ്ട്. മലനിരകളിലൂടെ വെള്ളി അരിഞ്ഞാണം പോലെ ഒഴുകി വരുന്ന ചെറിയ ആ ഒരു വെള്ളച്ചാട്ടങ്ങളും ഒക്കെ കണ്ടിട്ട് അടിപൊളി ഒരു പ്ലേസ് ആണ്. ഈവനിങ് ആണെങ്കിൽ നമുക്ക് ഒന്നും പറയാനില്ല. നമ്മൾ എത്ര നേരം ഇവിടെ സ്പെൻഡ് ചെയ്താലും നമുക്ക് സമയം പോകുന്നത് അറിയില്ല. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. പ്രാചീന കാലത്ത് വെങ്ങനാട് എന്നറിയപ്പെട്ടിരുന്ന നമ്മുടെ ഈ കൊല്ലങ്കോട് പ്രദേശം സാമൂതിരിയുടെ സാമന്തന്മാരായിരുന്ന കൊല്ലങ്കോട് രാജാക്കന്മാരുടെ അധീനതയിലായിരുന്നു. നമ്മുടെ പാലക്കാട് ടൗണിൽ നിന്ന് ഇവിടേക്ക് ഏകദേശം 26 കിലോമീറ്റർ ആണ് ഉള്ളത്. ഫ്രണ്ട്സ്, നമ്മുടെ കൊല്ലങ്കോട് പാലസും അതുപോലെ തന്നെ സീതാർകുണ്ട് വെള്ളച്ചാട്ടവും നമുക്ക് വേറൊരു ദിവസം പോയിട്ട് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം അത് കുറച്ചുകൂടെ നമുക്ക് കൂടുതൽ ടൈം വേണ്ടി വരും അത് രണ്ടും കണ്ടു തീർക്കാൻ വേണ്ടിയിട്ട്. കൊല്ലങ്കോടിന്റെ ആ ഒരു അതിമനോഹാരിത, ആ വശ്യ മനോഹാരിത നമ്മൾ അസ്തമയ സൂര്യന്റെ ആ ഒരു ക്യാൻവാസിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. സോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ കൊല്ലങ്കോട് നമ്മുടെ ചെല്ലഞ്ചേട്ടന്റെ ചായക്കട ഒക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തു, അടിച്ചു പൊളിച്ചു. ഇന്ന് നമ്മുടെ കൂടെ നമ്മുടെ സുധീഷ് ഉണ്ടായിരുന്നു. അപ്പോൾ സുധീഷ് ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സുധീഷ് ചാനലിന്റെ പേരെന്ന് പറഞ്ഞു കൊടുക്കുക. അതെ, ഹെവൻ നോട്ട് ഡെസ്റ്റിനി എന്നാണ് ആളുടെ ചാനലിന്റെ പേര്. അപ്പോൾ ആളെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ആളെ സപ്പോർട്ട് ചെയ്യുക. ആളുടെ വീഡിയോസൊക്കെ എല്ലാവരും കാണുക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ വീഡിയോ അവർക്കും ഇഷ്ടമായി കരുതുന്നു. ഇഷ്ടമായി കാണുക.